കണിക്കൊന്ന വിഷുക്കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മരമാണ്. കൊന്നയ്ക്ക് ആ പേര് വന്ന കഥ ത്രേതായുഗത്തിലെ ബാലീവധവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഈ മരത്തിൽ സ്വർണവർണ്ണത്തിൽ പൂക്കളുണ്ടായ കഥ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇന്ന് നമുക്ക് കണിക്കൊന്നയുടെ കഥകൾ കഥയമമ്മയിലൂടെ കേൾക്കാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. വിഷുക്കാലമാണ്. വിഷു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരുപാട് ചിത്രങ്ങളുണ്ട് അല്ലേ? അതിലേറ്റവും ഒന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് സംശയമൊന്നുമില്ല, വിഷുക്കണിയാണ്. ആ വിഷുക്കണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൃഷ്ണവിഗ്രഹം എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും, കണ്ണാടി എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും, കൈനീട്ടം എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. ഇതൊക്കെ അവിടെ ഉണ്ടെങ്കിലും ഈ ഒരു വസ്തു ഇല്ലാതെ കണി എന്ന് പറയുന്നത് പൂർണ്ണമാവില്ല. അത് മറ്റൊന്നും തന്നെ ഇല്ല. എല്ലാവർക്കും ഇപ്പോഴെന്നെ മനസ്സിലായിട്ടുണ്ടാവും. ആ കൊന്നപ്പൂക്കൾ, കണിക്കൊന്ന എന്ന് നമ്മൾ വിളിക്കുന്ന നമ്മുടെ കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പമായിട്ടുള്ള ആ കണിക്കൊന്നയാണ്. ഇന്നേ ദിവസം ആ കണിക്കൊന്നയെക്കുറിച്ചിട്ടുള്ള ഒരു നാടോടി കഥയാണ് കഥയമമ്മയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. ആ കഥയിലേക്ക് നമുക്ക് പതുക്കെ കിടക്കാം. നമുക്ക് വിഷു എന്ന് പറയുന്നത് ആത്യന്തികമായിട്ട് ഒരു കാർഷികോത്സവം കൂടിയാണ്. ഇതൊരു കാലാവസ്ഥയുടെ കൂടി ഉത്സവമാണ്. സൂര്യനാണ് ഇതിലെ പ്രധാനപ്പെട്ട പരിഗണനാ വിഷയം. സൂര്യൻ്റെ ഗതിമാറ്റം, സൂര്യൻ്റെ ചലനം, ഇതിനെയൊക്കെ തന്നെ ആഘോഷങ്ങളാക്കി അതിനെ ആചരിച്ചിരുന്നൊരു തലമുറ നമുക്ക് മുമ്പ് ഈ ഭാരതത്തിൽ ജീവിച്ചിരുന്നു. അവരുടെ പ്രത്യക്ഷ ദൈവമായിരുന്നു സൂര്യൻ. സൂര്യൻ ദേവൻ എന്ന് നമ്മൾ പുരാണങ്ങളിലൊക്കെ വായിക്കുന്നുണ്ടെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരേ ഒരു ഈശ്വര സങ്കല്പം എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനാണ്. അദ്ദേഹത്തെ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ എപ്പോഴും കാണാനുള്ളൊരു അവസരമുണ്ട്. പ്രഭാത സമയങ്ങളിലൊക്കെ തന്നെ നേരിട്ട് അദ്ദേഹത്തോട് സംവദിക്കാനുള്ള അവസരമുണ്ട്. ഗായത്രി ഉൾപ്പെടെയുള്ള മന്ത്രങ്ങൾ അദ്ദേഹത്തെ ധ്യാനിച്ചുകൊണ്ടാണ് നമ്മൾ ചൊല്ലുന്നത്. ഇതൊക്കെ നമുക്കറിയാം. അങ്ങനെയുള്ള ആ ഭഗവാന്റെ നിരവധിയായിട്ടുള്ള ചലനങ്ങൾ നമ്മുടെ കാർഷിക സംസ്കാരത്തെ സ്വാധീനിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊക്കെ തന്നെ നമ്മുടെ ആഘോഷങ്ങളായിട്ട് മാറി. അത്തരത്തിലുള്ളൊരു ആഘോഷമാണ് സത്യം പറഞ്ഞ വിഷു. പകലും രാത്രിയും തുല്യമായിട്ടുള്ള ദിവസം എന്നും അതിനർത്ഥമുണ്ട്. അതുകൊണ്ട് തന്നെ സൂര്യനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ജ്യോതിഷത്തിൽ ഉൾപ്പെടെ മഹാദേവനെ കുറിച്ച് കൂടി അതിലേക്ക് നമുക്ക് കൊണ്ടുവരേണ്ടി വരും. സൂര്യനെ കൊണ്ട് ചിന്തിക്കുക ജ്യോതിഷത്തിൽ ശിവനെയാണ്. ഇപ്പം സൂര്യനും ശിവനും ഒരുപോലെ പ്രിയപ്പെട്ട ഒരു പുഷ്പം, അത് വിഷ്ണുവിനും കൂടെ പ്രിയപ്പെട്ടതായി, അതാണ് കണിക്കൊന്ന എന്നാണ്. അതുകൊണ്ട് തന്നെ ആ കണിക്കൊന്ന ഇല്ലാത്തൊരു കണിയെ മലയാളികൾക്ക് സങ്കല്പിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ആ കണിക്കൊന്നയ്ക്ക് പുറകിലുള്ള കഥ, പല കഥകളും നമ്മൾ കേൾക്കുന്നുണ്ട്. ഭഗവാൻ ശ്രീരാമസ്വാമി ഈ പറഞ്ഞ ബാലി എന്ന് പറയുന്ന ഒരു വാനരനെ ഒളിയം പെയ്ത് കൊല്ലാനായി ഒരു മരത്തിൻ്റെ പുറകിൽ ഒളിച്ചു എന്നും, അതുകൊണ്ട് കൊല്ലാനായി തിരഞ്ഞെടുത്ത മരം, കൊല്ലാനായി ഒളിക്കാനായി തിരഞ്ഞെടുത്ത മരം ആയതുകൊണ്ട് അതിനെ കൊന്ന മരം എന്നൊക്കെ വ്യാഖ്യാനം പറയാറുണ്ട്. ഇതൊക്കെ ഓരോ നാടോടി കഥകളായിട്ട് മാത്രം കണ്ട് അതിൻ്റെ മനോഹാരിത ആസ്വദിക്കുക, അല്ലാതെ അതിൻ്റെ പുറകിലുള്ള തത്വാംശമൊന്നും ഇതിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകണ്ട. അങ്ങനെയുള്ള കൃഷ്ണനുമായിട്ട് സംബന്ധിക്കുന്ന ഒരു കഥയാണ് ഇന്നേ ദിവസം നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇതൊരു കുട്ടിയുടെ കഥയാണ്. ഒരു ഗ്രാമത്തിൽ ഉണ്ണി എന്ന് വിളിക്കപ്പെടുന്ന ഒരു കുട്ടി താമസിച്ചിരുന്നു. അവനും അവൻ്റെ അമ്മയും മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അച്ഛൻ ചെറുപ്പത്തിലെ മരണപ്പെട്ടിരുന്നു. അമ്മയാണ് ആ കുട്ടിയെ വളർത്തി വലുതാക്കിയിരുന്നത്. അമ്മ എല്ലാ ദിവസവും ആ കുട്ടിയെ അവിടെ ഒരു കൃഷ്ണൻ്റെ അമ്പലം ആ നാട്ടിലുണ്ട്, അവിടെ കൊണ്ടുപോയി നമസ്കരിപ്പിക്കും, പ്രാർത്ഥിക്കും. ആ കുട്ടിക്ക് സനാതനധർമ്മത്തിലുള്ള നാമജപത്തിൻ്റെ പ്രാധാന്യവും ക്ഷേത്ര ദർശനത്തിൻ്റെ പ്രാധാന്യമൊക്കെ ഈ അമ്മ പറഞ്ഞു കൊടുക്കും. അങ്ങനെ വളരും തോറും ഈ കുട്ടിയുടെ ഉള്ളിൽ കൃഷ്ണഭക്തി കൂടി വന്നു എന്നാണ്. പക്ഷേ വളരും തോറും മറ്റൊരു കാര്യം കൂടി അവരുടെ കുടുംബത്തിൽ കൂടി വന്നിരുന്നു. മറ്റൊന്നും തന്നെയല്ല, ദാരിദ്ര്യം. പണത്തിന് വലിയ ബുദ്ധിമുട്ടായിരുന്നു. പല സമയത്തും പട്ടിണിയായിരുന്നു ഉണ്ണി. അതുകൊണ്ട് തന്നെ തൻ്റെ വിഷമങ്ങളൊക്കെ ഭഗവാനോട് പറയുക എന്നുള്ളൊരു ആശ്വാസം മാത്രമാണ് ആ കുട്ടിക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയി ഭഗവാനോട് ഈ കുട്ടി സംസാരിക്കും. ഇങ്ങനെ ഓരോ തവണയും ഭഗവാനോട് സംസാരിക്കുന്ന ആ ഉണ്ണിയുടെ മുമ്പിൽ ഒരു തവണ സാക്ഷാൽ ഭഗവാൻ ഗുരുവായൂരപ്പൻ ഒരു കുട്ടിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. എന്നിട്ട് ഭഗവാൻ ആ കുട്ടിയോട് ചോദിച്ചത്രേ, ഉണ്ണി കുറേ നാളായിട്ട് തൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ എന്നോട് പറയുന്നുണ്ടല്ലോ, ഒരു കാര്യം ചെയ്യൂ, ഞാനൊരു സാധനം തരാം, അതുകൊണ്ട് തൽക്കാലം നിങ്ങളുടെ ദാരിദ്ര്യമൊക്കെ മാറ്റാം എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ തൻ്റെ അരയിലുണ്ടായിരുന്ന ആ പൊന്നരഞ്ഞാണം ഊരി ആ കുട്ടിക്ക് കൊടുത്തു എന്നാണ്. ഇത് അമ്മ ഏൽപ്പിച്ചോളൂ, ഞാൻ തന്നതാണെന്ന് പറഞ്ഞോളൂ, ഇതുകൊണ്ട് നിങ്ങളുടെ ദാരിദ്ര്യം മാറും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. കുട്ടിയാണെങ്കിൽ ഭഗവാനെ കണ്ട സന്തോഷത്തിലും അരഞ്ഞാണം കിട്ടിയ സന്തോഷത്തിലും വീട്ടിലേക്ക് ഓടി അമ്മയോട് പറഞ്ഞു, ഇതെനിക്ക് എൻ്റെ കൃഷ്ണൻ തന്നതാണ്. അമ്മയ്ക്ക് ആദ്യം വിശ്വാസമൊന്നും ആയില്ല. ഈ കുട്ടി ഇനി പിടുത്തോണ്ടെന്നതാണെന്നൊക്കെ തോന്നി.
അമ്മയോട് സത്യം ചെയ്തു പറഞ്ഞു, അമ്മയാണ് സത്യം, ഇത് എനിക്ക് ഭഗവാൻ തന്നതാണ്, ഇത് ഞാൻ മോഷ്ടിച്ചതല്ല എന്ന്. ഈ കുട്ടിയുടെ കയ്യിൽ ഈ അരഞ്ഞാണം വന്നതിനെ വളരെയധികം ഭക്തിയോട് കൂടിയിട്ടാണ് ആ അമ്മ കണ്ടത്. എൻ്റെ മോൻ്റെ നിഷ്കളങ്കമായിട്ടുള്ള ഭക്തി ഭഗവാൻ മനസ്സിലാക്കിയതുകൊണ്ട് സമ്മാനമായിട്ട് തന്നതാണെന്ന് പറയുകയും ചെയ്തു. പക്ഷേ ആ കുട്ടിയുടെ കയ്യിൽ ആ അരഞ്ഞാണം കണ്ട മറ്റുള്ള ഗ്രാമവാസികൾ മുഴുവൻ ആ കുട്ടി അത് വിഗ്രഹത്തിൽ നിന്ന് മോഷ്ടിച്ചതാണെന്ന് കരുതി. പിറ്റേ ദിവസം ഭഗവാന്റെ നട തുറന്നപ്പോൾ ദൗർഭാഗ്യവശാൽ ആ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന അരഞ്ഞാണം അവിടെ കാണാനും ഉണ്ടായിരുന്നില്ല. ഉടനെ തന്നെ എല്ലാവരും കൂടെ ചേർന്ന് ഈ കുട്ടിയെ കുറ്റാരോപിതനാക്കാൻ ശ്രമിക്കുന്നു. മോഷ്ടാവെന്ന് വിളിക്കുന്നു, കള്ളെന്ന് വിളിക്കുന്നു. എല്ലാവരും കൂടെ ചേർന്ന് അവനെ പിടിച്ചു കെട്ടി ആ ക്ഷേത്രത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നു എന്നാണ്. അവിടെ വന്നപ്പോൾ ഭഗവാന്റെ വിഗ്രഹത്തിലേക്ക് നോക്കിയിട്ട് ആ കുട്ടി ഉറക്കെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഭഗവാനെ, ഇത് അങ്ങാണ് എനിക്ക് തന്നതെന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയുള്ളൂ. അതിനെന്തെങ്കിലും ഒരു സാക്ഷ്യം, അങ്ങാണ് ഇതെനിക്ക് തന്നതെന്ന് ഇവർക്കെല്ലാവർക്കും ബോധ്യപ്പെടുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു സാക്ഷ്യം അങ്ങ് നൽകണേ ഭഗവാൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ പൊന്നരഞ്ഞാണത്തെ ആ കുട്ടി മുകളിലേക്ക് എറിഞ്ഞു എന്നാണ്. അത് ആ ക്ഷേത്ര സന്നിധിയിൽ വളർന്നുകൊണ്ടിരുന്ന ഒരു മരത്തിൻ്റെ മുകളിലേക്ക് ചുറ്റി വളയപ്പെട്ട് കിടക്കുകയും ആ മരം മുഴുവൻ മഞ്ഞ നിറത്തിലുള്ള ഭഗവാന്റെ കിങ്ങിണി പോലുള്ള പൂക്കളുള്ള അതിമനോഹരമായിട്ടുള്ള കൊന്നപ്പൂക്കൾ നിറഞ്ഞ ഒരു മരവുമായി മാറി. ഭഗവാൻ സാക്ഷ്യപ്പെടുത്തി, ഇത് ഞാൻ തന്നെ അവന് സന്തോഷമായിട്ട് കൊടുത്തതാണെന്ന് അവിടെ കണ്ട ആൾക്കാർക്ക് മുഴുവൻ ഭഗവാൻ തെളിവ് കാണിച്ചു കൊടുത്തു എന്നുമാണ് ആ നാടോടി കഥയിൽ പറയുന്നത്. അതിൻ്റെ സന്തോഷത്തിന് വേണ്ടി ആ കുട്ടി കൃഷ്ണവിഗ്രഹത്തിനോടൊപ്പം ആ കണിക്കൊന്ന കൂടി ചേർത്ത് വെച്ചു അന്നേ ദിവസം എന്നാണ്. അങ്ങനെയാണത്രേ കണിക്കൊന്ന എന്ന് വിളിക്കപ്പെടുന്ന ആ ദിവ്യ പുഷ്പം നമ്മുടെയൊക്കെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് മാറിയത് എന്നാണ്. ഇപ്പൊ നോക്കൂ, കണിക്കൊന്ന എന്ന് വിളിക്കപ്പെടുന്ന ആ പുഷ്പം വേനൽക്കാലത്ത് പൂക്കുന്നതാണ്. അതിനൊരു പ്രത്യേകതയായിട്ട് പറയുക, ഇലകളൊക്കെ പൊഴിഞ്ഞു കളഞ്ഞാലും പൂക്കൾ അതിൽ അവശേഷിക്കുന്നതാണ്. ആ മനോഹരമായിട്ടുള്ള പൂക്കൾ കാണുമ്പോൾ തന്നെ ഈ മീനച്ചൂടിലും മേടച്ചൂടിലൊക്കെ നമ്മൾ അനുഭവിക്കുന്ന ചൂട് പോലും ഒന്ന് തണുത്ത് നമ്മുടെ മനസ്സ് ആ ഭഗവാന്റെ പൊന്നരഞ്ഞാണം പോലെ മനോഹരമായി തീരുന്നതാണ്. അതുകൊണ്ട് നല്ല കാഴ്ചകൾ കണ്ട് നല്ല ചിന്തകളോടുകൂടി ഒരു പുതിയ വർഷം തുടങ്ങാൻ നമുക്ക് സാധിക്കട്ടെ. എല്ലാവർക്കും ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ ആ കിങ്ങിണി കൊന്നപ്പൂക്കളായി കാണാൻ സാധിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിഷുക്കാലത്ത് നിങ്ങളെല്ലാവരെയും കണിക്കൊന്നയുടെ ഒരു നാടോടി കഥ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം കൂടെ പങ്കുവെച്ചുകൊണ്ട് മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്തേ.